വെൻ കംസ് ടു ബ്ലെഫറോപ്ലാസ്റ്റി കണ്ണിന് വേണ്ടിയുള്ളൊരു പ്രൊസീജിയറാണ്. ഒരുപാട് ആൾക്കാർക്ക് ഈ ഏജ് വരുമ്പോൾ കണ്ണിന് അതിൻ്റെ ഈ ഐലിഡ് താഴെ വന്ന് കണ്ണിൻ്റെ വിഷന് വരെ പ്രശ്നമുള്ളവരുണ്ട്. സോ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് ഡോക്ടർ? കൻ യു ജസ്റ്റ് വാക്ക് മീ ത്രൂ ഇറ്റ്? സോ ആസ് യു മെൻഷൻ, ലൈക്ക് നമുക്ക് ഏജ് ആകുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന ചേഞ്ചസ് ഈസ് അറൗണ്ട് ദ ഐസ്. അപ്പം ഈ വരുന്ന ചേഞ്ചസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു സ്കിന്നിലുള്ള മാറ്റങ്ങൾ, പിന്നെ അവിടെ ഉള്ള പേശികളുടെ വീക്ക്നെസ്, മസിലിൻ്റെ ലാക്സിറ്റി, ഇതൊക്കെ കൊണ്ടാണ് അവിടെ ഓവറോൾ ഒരു ചേഞ്ച് വരുന്നത്. പിന്നെ വോള്യൂം, അവിടെ ഉള്ള ഫാറ്റിൻ്റെ വോള്യൂം കുറയും, ചിലർക്ക് ഫാറ്റ് തള്ളി നിൽക്കും. ഇതൊക്കെ കൊണ്ടുള്ള മാറ്റങ്ങൾ കൊണ്ടാണ് കാണുന്നത്. ഇപ്പം അപ്പർ ഐലിഡ്, ഇപ്പം മുകളിലത്തെ കൺപോലെ പറയുവാണെങ്കിൽ അത് ചിലപ്പോൾ ഇതേപോലെ തൂങ്ങിയിട്ട് നമ്മുടെ വിഷനെ വരെ ബാധിക്കാം. അപ്പം അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർക്ക് ഒരു സാഡ് അപ്പിയറൻസ് ഉണ്ടെന്ന് ചിലർ പറയും. അതേപോലെ തന്നെ കണ്ണിൻ്റെ താഴെ കുഴിഞ്ഞിരിക്കുമ്പോൾ അതുകൊണ്ടുള്ള ഒരു ക്ഷീണിച്ച അപ്പിയറൻസ് ഉണ്ടെന്നുണ്ട്. ഇപ്പോൾ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട്, പിന്നെ ചിലർക്ക് ഫാറ്റ് തള്ളിയിരിക്കുന്ന ഐ ബാഗ്സ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള കറക്ഷൻ ചെയ്യുന്ന പ്രൊസീജിയറാണ് ഈ ബ്ലെഫറോപ്ലാസ്റ്റി പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ നമുക്ക് ആഡ് ഓൺ ആയിട്ട് ചിലപ്പോൾ ഫില്ലേഴ്സോ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യാം. പിന്നെ ചിലപ്പം കണ്ണൊക്കെ താന്നിരിക്കുകയാണെങ്കിൽ അതിന് ഫിക്സ് ചെയ്യുന്ന കാന്തോപാക്സി പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. അതിൽ ഐബ്രോ ചിലപ്പം താന്നിരിക്കുകയാണെങ്കിൽ അതിന് ലിഫ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ, ബ്രോ ലിഫ്റ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ടൈമും റിക്കവറി ടൈമും എന്തോരം ഉണ്ടാവും ഡോക്ടർ? ബിക്കോസ് ദിസ് ഇസ് സംതിങ് ദറ്റ് പീപ്പിൾ, നമ്മൾ കണ്ണിന് റെസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. നമ്മളെല്ലാവരും കൂടെ അതിനെ എപ്പോഴും കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെങ്ങനെ പ്രൊസീജിയർ എങ്ങനെയാണ്? മോസ്റ്റ്ലി ദീസ് പ്രൊസീജിയേഴ്സ് ഒരു മൈനർ ലോക്കൽ അനസ്തീഷ്യ ചെയ്യാവുന്ന ഒരു സിമ്പിൾ പ്രൊസീജിയറാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ മൾട്ടിപ്പിൾ പ്രൊസീജിയർ, ഇതേപോലെ ബ്രോ ലിഫ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കാന്തോപാക്സി ചെയ്യണം, ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ചെറിയൊരു സെഡേഷൻ കൊടുത്തിട്ട് ചെയ്യാറുണ്ട്. എന്ത് ചെയ്യില്ല, ഇതൊരു ഡേ കെയർ പ്രൊസീജിയർ, ലൈക്ക് രാവിലെ വന്ന് ചെയ്തിട്ട് വൈകുന്നേരം പോകാം, ഇല്ലെങ്കിൽ 1 day അഡ്മിഷൻ്റെ ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ചുറ്റും ചിലപ്പം കുറച്ച് നീര് കാണാം, ചെറിയ കരിവാളിപ്പൊക്കെ കാണാം. അതിന് ഒരു 7 days to 14 days ടൈമിൽ പതുക്കെ അതിലൊരു മാറ്റങ്ങൾ വന്നിട്ട് നോർമൽ, ഏകദേശം ഒരു 2 weeks ഏകദേശം നോർമൽ, ബാക്ക് ടു നോർമൽ ആകുന്നു. ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഐസിന് ചുറ്റുമുള്ള ആ ഒരു സ്കിന്നിൻ്റെയൊക്കെ ടൈറ്റനിങ് അതും എല്ലാം നമുക്ക് ഈ ഒരു പ്രൊസീജിയറിലൂടെ പറ്റും. പക്ഷേ വെൻ കംസ് ടു ദ ഹോൾ ഫേസ്, ഈ സ്കിൻ ലിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഫേസ് ലിഫ്റ്റിങ്, ആ ടൈറ്റൻ ചെയ്യുക, അത് നമുക്ക് സർജിക്കൽ അല്ലാതെ പോസിബിൾ ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഒരുപാട് മെത്തേഡ്സ് യൂസ് ചെയ്യാം. പക്ഷേ ഇസ് ഇറ്റ് ആക്ച്വലി പോസിബിൾ? യെസ്, ഇറ്റ്സ് പോസിബിൾ. ഇപ്പോൾ നോൺ സർജിക്കൽ മെത്തേഡ്സ് ഉണ്ട് ഫേഷ്യൽ റിജുവിനേഷന്. അപ്പം ഏർലി ചേഞ്ചസ്, ഏജിങ് ചേഞ്ചസ്, അപ്പം ഈ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൽ റിങ്കിൾസ് വരിക, ചിലപ്പോൾ ചില ഏരിയയിൽ വോള്യൂം കുറഞ്ഞുകൊണ്ട് കുഴിഞ്ഞിരിക്കുന്നതുകൊണ്ടുണ്ട് കുറച്ചും കൂടെ ഒരു ഏജ്ഡ് അപ്പിയറൻസ് കൊടുക്കാം. ഇതിനൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി നോൺ സർജിക്കൽ മെത്തേഡ്സ്, ഇപ്പം റിങ്കിൾസ് ശരിയാക്കാൻ വേണ്ടിയുള്ള പ്രൊസീജിയറാണ് ബോട്ടോക്സ് ബോട്ടുലിനം ഇഞ്ചെക്ഷൻ. അത് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ആ റിങ്കിൾസ് കുറയ്ക്കാൻ സാധിക്കും, ഒരു ഫേസിനൊരു ഗ്ലോ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതേപോലെ ഈ ചില ഏരിയാസിൽ കുഴു ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് ഫില്ല് ചെയ്യാനുള്ള പ്രൊസീജിയർ ഡെർമൽ ഫില്ലേഴ്സ്. അപ്പോൾ ഡെർമൽ ഫില്ലേഴ്സ് കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് നെഗറ്റി, കുറച്ചും കൂടി പ്ലംപി അപ്പിയറൻസ് കൊടുക്കാറുണ്ട്. ഫില്ലേഴ്സിനെ പോലെ തന്നെയാണ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് പ്രൊസീജിയർ. ഈ ഒരു പ്രൊസീജിയർ ബേസിക്കലി ഒരു വോള്യൂം ഓഗ്മെൻറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു പ്ലംപി അപ്പിയറൻസ് കൊടുത്തിട്ട് ഒരു യൂത്ത്ഫുൾ അപ്പിയറൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഇതല്ലാതെ എനർജി ബേസ്ഡ് ഡിവൈസസ് ഉണ്ട്. ഇപ്പോൾ ലേസർ, റേഡിയോ ഫ്രീക്വൻസി, മൈക്രോ നീഡ്ലിംഗ്, ഇങ്ങനത്തെയൊക്കെ പ്രൊസീജിയേഴ്സ് വഴിയും നമുക്ക് കുറച്ചും കൂടെ സ്കിന്നൊക്കെ ടൈറ്റൻ ചെയ്തിട്ട് ഒരു യൂത്ത് ഫുൾ അപ്പിയറൻസ് ഫേസിന് കൊടുക്കാൻ സാധിക്കും. ഈ ഫേസ് ലിഫ്റ്റിംഗ് പ്രൊസീജിയർ എല്ലാവരും നമ്മൾ പറയും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ടാവും. കാരണം ഏജ് ആവും തോറും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ദേ ഹാവ് ടു ഡു സംതിങ് എന്നൊരു സാധനം വരുന്നുണ്ട്. അപ്പോൾ ഈ ഫേസ് ലിഫ്റ്റിംഗ് പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ആഫ്റ്റർ കെയർ ആണ് നമ്മൾ ചെയ്യേണ്ടത്? അതായത് നമുക്ക് പിന്നെ വി ഹാവ് ടു ഡു കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്സ് ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ വാട്ട് ആർ ദി ആഫ്റ്റർ കെയർ ഓഫ് ഫേസ് ലിഫ്റ്റിംഗ് പ്രൊസീജിയേഴ്സ്? ഇപ്പോൾ യൂഷ്വലി ഫേസ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അതിന് റിസൾട്ട് വരാൻ ഒരു 3 weeks to 3 months ടൈം എടുക്കും. ഇതൊരു മേജർ പ്രൊസീജിയറാണ്. അപ്പം ഇത് നമ്മുടെ ചെവിയുടെ മുമ്പിൽ ചെറിയ മുറിവൊക്കെ ഉണ്ടാക്കിയിട്ട് പുറകിലോട്ട് പോയിട്ട് പിന്നെ മസിലിലേക്ക് ലെവലിൽ ഒരു ഡിസെക്ഷൻ ചെയ്തിട്ട് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ഒരു മേജർ സർജിക്കൽ പ്രൊസീജിയർ ഉള്ളു. അപ്പോൾ അതിൻ്റെ ഒരു റീകവറി, നീര് കാണും, ചിലപ്പോൾ ചെറിയ കരിവാളിപ്പ് കാണും. അപ്പോൾ അതൊക്കെ റീകവർ ചെയ്യാൻ ഏകദേശം ഒരു 2 to 3 weeks കാണും. പിന്നെ അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഗോസ് ടിൽ 3 months ടൈം. സോ ആ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി അവർക്ക് നോർമൽ ഒരു ഫേസ് അപ്പിയറൻസ് ആയിരിക്കത്തില്ല. അപ്പം അതിൻ്റെ ഒരു ഡൗൺ ടൈം ഡെഫിനറ്റ്ലി കാണും. അപ്പോൾ ആ ഒരു സമയത്ത് ദേ കാൺ
ഡു ദെയർ റെഗുലർ ആക്ടിവിറ്റീസ് ലൈക്ക് ഇപ്പം ഒരു ആക്ടറൊക്കെ ആണെങ്കിൽ ദേ കാൺ ഗോ ഫോർ എ ഷൂട്ട് ഫോർ ഡ്യൂറിങ് ദാറ്റ് ടൈം. അപ്പം ഡെഫിനറ്റ്ലി ഒരു 3 weeks to 3 months ടൈം ഡ്യൂറേഷൻ വെച്ചിട്ടേ ഈ ഒരു പ്രൊസീജിയറിന് പ്ലാൻ ചെയ്യാവുള്ളൂ. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ബോട്ടോക്സ് ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ പൊതുവെ ഭയങ്കര കോമൺ ആണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ഫാക്റ്റ് ആണ്, അത് മിത്താണോ അത് സത്യമാണോ എന്ന് ചോദിക്കാനാണ്. ബോട്ടോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ നോർമലി വരുന്ന പോലത്തെ നമുക്ക് അത്രയും നമുക്ക് എക്സ്പ്രസീവ് ആവാൻ പറ്റില്ല, ബിക്കോസ് അത് ഭയങ്കര ഇങ്ങനെ കട്ടിക്കിരിക്കും എന്നൊക്കെ പറയുന്നത് ശരിയാണോ? ബോട്ടോക്സ് യൂഷ്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മസിലിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഫേഷ്യൽ മസിലിനെ ഇഞ്ചെക്ട് ചെയ്തിട്ട് അതിന് ആക്ഷൻ നളിഫൈ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ, അതില്ലെങ്കിൽ കുറയ്ക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അത് കുറയുന്നതുകൊണ്ട് ആ ചുളിവുകൾ കുറയുന്ന ഒരു പ്രൊസീജിയർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ അളവിൽ പ്രോപ്പർ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ നോട്ട് എഫക്ട് ദ മസിൽസ് വിച്ച് ആർ മോർ എക്സ്പ്രസീവ്. അപ്പം യൂഷ്വലി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പർ ഫേസ്, അപ്പോൾ ഫോർ ഹെഡും കണ്ണിൻ്റെ ചുറ്റുമുള്ള ഏരിയയിലും അല്ലെങ്കിൽ ചിരിക്കുന്ന സ്മൈൽ മസിൽസ് അതിനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പ്രോപ്പർ അളവിലും ആ ലൊക്കേഷനിൽ നോക്കി ചെയ്യുവാണെങ്കിൽ, അതിന് ട്രെയിൻഡ് ആയിട്ട് ആൾക്കാർ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ നോട്ട് എഫക്റ്റ് ദ ഫേഷ്യൽ എക്സ്പ്രഷൻ. അതല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ്റെ മസിൽസിനെ ഇത് ഇഞ്ചെക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു എക്സ്പ്രഷൻലെസ് ഫേസൊക്കെ ആക്കും. ഡോക്ടർ, ഫേസ് ലിഫ്റ്റിംഗ് പ്രൊസീജിയറിന് ശേഷം ഡോക്ടർ പറഞ്ഞ പോലെ ഇവിടുന്ന് നമ്മളൊരു കട്ട് ചെയ്തിട്ടാണ്, ആ സ്കാറിങ് എങ്ങനെയാണ്? അത് ബൈ ടൈം അത് പോകുന്ന സ്കാറാണോ? ഏത് സർജിക്കൽ പ്രൊസീജിയറിലും അതിൻ്റെ ഒരു മുറിവുണ്ടാക്കുന്നതിൻ്റെ ഡെഫിനറ്റ്ലി ഒരു സ്കാറ് കാണും. പിന്നെ ഇത് സ്കാറ് ഏത് ലൊക്കേഷനിലാണ് ഉണ്ടാക്കുന്നത്, പിന്നെ സ്കാറ് ഹീൽ ചെയ്യുന്ന സമയത്ത് അതിന് ഒരുപാട് പ്രോമിനൻ്റ് ആയിട്ട് വരാതിരിക്കാൻ അല്ലെങ്കിൽ ബെറ്റർ ഹീലിംഗ് ആയിട്ട് നമ്മൾ ആ സ്കാർ തെറാപ്പിയൊക്കെ അഡ്വൈസ് ചെയ്യും. കുറേ ഓയിൻമെൻറ്റ്സോ ചിലപ്പം വേണ്ട എന്തെങ്കിലും മസാജ് ഇല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള സിലിക്കോൺ ടേപ്സ് ഒക്കെ അഡ്വൈസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഫേസ് ലിഫ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ലൊക്കേഷനാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഇത് ലൊക്കേഷൻ ജനറലി പ്ലേസ് ചെയ്യുന്നത് ജസ്റ്റ് ഇയറിൻ്റെ ഫ്രണ്ടിലും ഹെയറിൻ്റെ അകത്തോട്ടും പിന്നെ പുറകിലോട്ട് ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ ഇൻ ജനറലി നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടത്തില്ല, എസ്പെഷ്യലി ഹൗ യു പുട്ട് ദ ഹെയർ. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീമെയിലിൽ ആ ഹെയർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ലൊക്കേഷന് അറിയപ്പെടില്ല, പിന്നെ ഒരു ഫ്രണ്ടൽ വ്യൂവിലും അത് അറിയത്തില്ല. പിന്നെ എടുത്തു നോക്കിയാൽ മാത്രം യു വിൽ നോട്ടീസ് സംതിങ് ദർ, ബട്ട് ഇറ്റ് ഈസ് ഇൻ എ ക്രീസ്. അപ്പം ആ ഒരു ക്രീസ് ഉള്ള ഏരിയയിൽ കൂടെ പോകുന്നതുകൊണ്ട് അത് അധികം നോട്ടീസ് ചെയ്യാറ്. അത് വളരെ ചെറിയൊരു തിന്നായിട്ടുള്ള മുറിവാണ്. അപ്പം നമ്മൾ പ്രോപ്പർ കെയറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാർഡ്ലി നോട്ടീസബിൾ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും എടുത്ത് കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ ജോ ലൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സംതിങ് ദറ്റ് people consider very proud of, to have good jawline. അപ്പോൾ ഈ jawline വരാൻ വേണ്ടി we use a thing called gua sha. You use? I did. I don't know what is it actually. Seriously? Yes. Doctor, actually നമ്മൾ ഈ jawline വരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് they also കൈ ഇങ്ങനെ വെച്ചിട്ടുള്ള എക്സസൈസുകളൊക്കെ അങ്ങനെയൊക്കെ പറയും. പക്ഷെ എന്നാലും this tool called gua sha is something very popular. ഒരുപാട് പേര് വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന, ഈവൻ സെലിബ്രിറ്റീസ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും കാണിക്കുന്നുണ്ട്. So as a cosmetic surgeon, what is your take on it? You're telling me you have no idea about it? No, I don't have idea about it. Probably there are several tools for face, especially they do massage. Correct. Rolling and all. So what does generally helps is it helps in improving the circulation. അപ്പോൾ അത് ചെയ്യുമ്പം ചെറിയൊരു മസാജിൻ്റെ ഒരു എഫക്റ്റ് ലൈക്ക് ഇംപ്രൂവ്സ് ദ സർക്കുലേഷൻ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ഗ്ലോ ഉള്ള മാറ്റമുണ്ട്. അല്ലാതെ ഇത് ഒരു ഷേപ്പ് ചേഞ്ച്, it will not tighten the skin because of just rolling or massaging. It will not improve the laxity or something like so. Definitely it won't help in improving the contour of the jaw problem. അങ്ങനൊന്നും ചെയ്യില്ല. It won't, yeah. So, because social media it's like flooded, okay? And നമുക്ക് because there are certain standards set by the social media and എല്ലാത്തിലും ഇങ്ങനെയാണ് ഷേപ്പ് ഫേസ് ഷേപ്പ് ഇരിക്കേണ്ടതെന്നുള്ളൊരു സാധനം വരുമ്പോൾ people are going behind it using washes and all. So the thing is നമ്മൾ ഏജിങ് സംഭവിക്കുമ്പോൾ the changes what is happening is അല്ലെങ്കിൽ ജോ കോണ്ടൂർ മാറുന്നതിൻ്റെ there are reasons like ഇപ്പം ചിലപ്പോൾ ലിഗമെൻറ്റ്സിൻ്റെ ലാക്സിറ്റി അല്ലെങ്കിൽ മസിലിൻ്റെ വീക്ക്നെസ് കാരണം അവിടെ ഒരു ചെറിയൊരു ഡ്രൂപ്പിംഗ് സാഗിന് അതിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് സാഗിന്. പിന്നെ ബോണിൽ മാറ്റങ്ങൾ വരാം, ഫാറ്റ് ചിലപ്പം അക്യുമുലേറ്റ് ചെയ്യാം കഴുത്തിൻ്റെ താഴെ, അല്ലെങ്കിൽ ഫാറ്റ് ഇവിടെ ഈ ഭാഗത്തൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ബ്ലണ്ടിങ് പോലെ ആവും. അപ്പോൾ ആ ഒരു ഷാർപ്നെസ് പോകും. അപ്പോൾ അതാണ് മെയിൻ റീസൺ വാട്ട് ഈസ് ഇറ്റ്സ് ഹാപ്പനിങ്. സോ അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യാതെ ഇറ്റ് വോണ്ട് കറക്റ്റ് ഇറ്റ്. അപ്പം ദർ ആർ മെത്തേഡ്സ് ബൈ വിച്ച് വി ക്യാൻ അഡ്രസ് ഈച്ച് കോമ്പണൻറ്റ്. ഇപ്പം സ്കിന്നിനുള്ള മാറ്റമാണെങ്കിൽ നമുക്ക് സ്കിൻ ടൈറ്റൻ ചെയ്യാം,
ഇപ്പം മസിലിനുള്ള വീക്ക്നെസ്സോ ഇല്ലെങ്കിൽ പേശികളിലെ ലിഗ്മെൻ്റ് ലാക്സിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ ടൈറ്റൻ ചെയ്യാം. അപ്പോൾ അതൊക്കെ നോൺ സർജിക്കൽ ഉണ്ട്, സർജിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അപ്പം നോൺ സർജിക്കൽ പറയുവാണെങ്കിൽ എനർജി ബേസ്ഡ് ഡിവൈസ് ഉണ്ട്, ലേസേഴ്സ് ഉണ്ട്, റേഡിയോ ഫ്രീക്വൻസി ലൈപ്പോലൈസിസ് ഉണ്ട്, അൾട്രാസൗണ്ട് തെറാപ്പി ഉണ്ട്, പിന്നെ മിനിമൽ ഇൻവേസീവ് ത്രെഡ് ലിഫ്റ്റ്സ് അങ്ങനത്തെ ലൈപ്പോസക്ഷൻ പ്രൊസീജിയേഴ്സ്, പിന്നെ സർജിക്കലി നെക്ക് ലിഫ്റ്റ് ഒക്കെ ചെയ്തിട്ട് കുറേ കൂടെ കോണ്ടൂർ ചെയ്യാൻ. വെൻ വി ടെൽ കോണ്ടൂറിങ് ഓഫ് ചിൻ, നമ്മൾ ലോവർ ഫേസിൽ പറയുന്നൊരു കാര്യം, ചിലർക്ക് ചബ്ബി ഫേസ് ആയിട്ട് വരും, അപ്പോൾ അവിടെ ഫാറ്റ് കൂടുതലുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യുന്ന സർജറിയും ചിലപ്പോൾ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ ബെറ്റർ കോണ്ടൂർ ആ ലോവർ ഫേസിന് കൊടുക്കാൻ പറ്റും. അതിൻ്റെ പറയുന്നത് ബക്കൽ ഫാറ്റ് റിമൂവൽ. അതേപോലെ കുറേ കൂടെ കോണ്ടൂർ ചെയ്യാൻ വേണ്ടി ചിൻ പ്രോമിനൻസ് കൂട്ടിയിട്ട് ഇല്ലെങ്കിൽ ചിൻ ഷാർപ്നെസ് കൂട്ടാൻ വേണ്ടി പ്രൊസീജിയേഴ്സ് നമുക്ക് അവിടെ കോണ്ടൂർ ചെയ്യാൻ വേണ്ടി ഫില്ലേഴ്സ് ഇല്ലെങ്കിൽ ചിൻ ഇംപ്ലാന്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഇവിടെ മാത്രമല്ല, ചിലപ്പം ജോ ലൈനിനും നമുക്ക് ഫില്ലേഴ്സ് യൂസ് ചെയ്ത് കുറേ കൂടെ നല്ല ഒരു ചിസിൽഡ് അപ്പിയറൻസ് കൊടുക്കാൻ സാധിക്കും. ഈ ഫില്ലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഡോക്ടർ, നമുക്ക് നോർമലി നമ്മളിങ്ങനെ ഫില്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സിലിക്കോൺ പോലെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഐറ്റം ആണോ നമ്മൾ വയ്ക്കുക? കാരണം എന്തായാലും നമ്മൾ പൊതുവേ സെലിബ്രിറ്റീസ് ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ട്, അവർ ഫില്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഒരു ഏജ് കഴിയുമ്പോഴേക്കും ദാറ്റ് പാർട്ട് ഇസ് ലുക്കിംഗ് പ്രോമിനന്റ്, വേറെ അതർ ഭാഗം സാഗി ആവുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ ഒരുപാട് ഫേസിൽ ചേഞ്ചസ് ഒരുപാട് വരും. സോ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ കെയർ ഉണ്ടാവുമല്ലോ, ഒബ്വിയസ്ലി എവറി സ്കിൻ പ്രൊസീജിയർ ഹാവ് ആഫ്റ്റർ കെയർ. അത് ചെയ്യാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഇത്തരം ഇത് കാണുന്നത്. അപ്പോൾ ഏജിങ് വരുമ്പം പല മാറ്റങ്ങളുണ്ട്. അപ്പോൾ സ്കിന്നിന് വരുന്ന റിങ്കിൾസ് ഉണ്ട്, പേശികളിൽ വീക്ക്നെസ് ഉണ്ടാകാം, പിന്നെ ഫാറ്റ്, ഇപ്പം ഫാറ്റ് കുറവ് ഡിപ്ലീഷൻ ആകാം, ഇല്ലെങ്കിൽ കുറഞ്ഞു വരാം, ഫാറ്റ് അട്രോഫി ഒക്കെ. അപ്പോൾ അതുകൊണ്ടുള്ള കുറേ മാറ്റങ്ങൾ കൊണ്ടാണ് നമുക്കൊരു ഏജിങ് ഫേസിനൊരു ഏജിങ് അപ്പിയറൻസ് കൊടുക്കുന്നത്. അപ്പം അതിപ്പം ഒരു ഏരിയ ചെറിയ കുഴിവോ ഇല്ലെങ്കിൽ ഒരു കുഴിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വോളിയം കുറവാണെങ്കിൽ അതിന് ഫില്ല് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഫില്ലേഴ്സ്, ഡെർമൽ ഫില്ലേഴ്സ്. ഇല്ലെങ്കിൽ അതർ ദാൻ ദാറ്റ് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് അത് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഡെർമൽ ഫില്ലേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ഹൈലൂറോണിക് ആസിഡാണ്. ഹൈലൂറോണിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് കാണുന്നതാണ്. അത് നമ്മൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയയിൽ കുറച്ചും കൂടെ ഒരു ഹൈഡ്രേറ്റിംഗ്, ഒരു പ്ലംപിനെസ് കൊടുക്കുന്നതാണ്. ഈ കൊടുക്കുന്ന ഒരു സബ്സ്റ്റൻസിന് ഒരു കാലാവധിയുണ്ട്, ഒരു 4 months to 6 months, ഇല്ലെങ്കിൽ ചിലത് 12 months വരെ ലാസ്റ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആയിരിക്കും. അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ പ്രോബ്ലി ദേ വാണ്ട് ടു ഡു ഇറ്റ് അഗെയിൻ ചെയ്താലേ അതിനൊരു ആ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ബട്ട് ഫേഷ്യൽ ഏജിങ് ഈസ് എ പ്രോഗ്രസീവ് തിങ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കിന്നിനുള്ള മാറ്റങ്ങൾ, മസിലുള്ള മാറ്റങ്ങൾ, ലിഗ്മെൻറ്റ്സ് ലാക്സിറ്റി, പേശികളുടെ ലാക്സിറ്റി, പിന്നെ ബോണിലുള്ള വോളിയം കുറയുന്നത്, ഇല്ലെങ്കിൽ ബോണിൽ വേറെ മാറ്റങ്ങൾ വരുന്നത് കൊണ്ടുള്ള ചേഞ്ചസ് ഈസ് പ്രോഗ്രസീവ്. അപ്പം അതൊക്കെ നമുക്ക് ഫർദർ കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ കോമ്പണൻറ്റ് അഡ്രസ്സ് ചെയ്യണം. അപ്പം ഒരു അഡ്വാൻസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് ചിലപ്പോൾ സർജിക്കൽ കറക്ഷൻ ആർ മോർ ബെറ്റർ. അപ്പം നെക്ക് ലിഫ്റ്റോ ഫേസ് ലിഫ്റ്റോ ഒക്കെ ചെയ്താലേ കുറച്ചും കൂടെ നമുക്ക് കറക്റ്റ് ചെയ്യാം. എന്ത് ചെയ്താലും ഡെഫിനറ്റ്ലി വോള്യൂം ഒരു ആസ്പെക്റ്റാണ് യൂത്തിൻ്റെ. അപ്പം നമ്മൾ വോള്യൂം ആഡ് ചെയ്യുക, ഫില്ലേഴ്സോ ഫാറ്റ് വെച്ച് ചെയ്താൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗീവ് എ ബെറ്റർ യൂത്ത്ഫുൾ അപ്പിയറൻസ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹൈലൂറോണിക് ആസിഡ് സംതിങ് ദറ്റ് ബോഡിയിൽ പ്രസൻ്റ് ആണ്, പക്ഷെ നമ്മളത് അതാണ് ഇതിൻ്റെ മെയിൻലി മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഒരുപാട് നമ്മളുടെ ഇപ്പോൾ കാണുന്ന പ്രോഡക്ട്സിലൊക്കെ ഹൈലൂറോണിക് ആസിഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഹൗ മച്ച് ഇസ് ഇറ്റ് ഗോയിങ് ടു ഗിവ് എൻ എഫക്റ്റ്? എന്തോരം എഫക്റ്റ് ബോഡിയിൽ അപ്ലൈ ചെയ്താൽ നമുക്കത് ഉണ്ടാകും? അപ്പോൾ ഹൈലൂറോണിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുന്ന പല രീതിയിലാണ്. അപ്പോൾ ഇറ്റ് ഈസ് അവൈലബിൾ ആസ് ക്രീം, ജെൽ, നമുക്ക് ടോപ്പിക്കൽ മാസ്ക് കാണാം, പിന്നെ ചില മിനിമൽ ഇഞ്ചെക്ഷൻ, ഇപ്പോൾ മൈക്രോ നീഡിൽസ്, റോളേഴ്സ് വെച്ച് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് വരെ ഉണ്ട്. പിന്നെ ഇതേപോലെ ഇഞ്ചെക്ഷൻ നമ്മൾ കൊടുക്കുന്ന ഡെർമൽ ഫില്ലർ ഇഞ്ചെക്ഷൻസ് ഉണ്ട്. അപ്പം അതിന് ഓരോത്തിനും ഓരോ എഫക്റ്റാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ടോപ്പിക്കൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് ചിലപ്പം ഒരു ഇനീഷ്യൽ ടെമ്പററി ആയിട്ട് ആ ഒരു സൂപ്പർഫിഷ്യൽ ലെയറേ കാണത്തുള്ളൂ. ബട്ട് വെൻ ഇറ്റ് ഗോസ് ഡീപ്പ്, നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ കാലാവധി കുറച്ചും കൂടെ നല്ലതായിരിക്കും, അതിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും, കുറച്ചും കൂടെ നാച്ചുറൽ ആയിരിക്കും. അപ്പം സോ ടു വാട്ട് ലെയർ ഇറ്റ് ആക്ട്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട്സ് കാണുന്നത്.